ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറെ പ്രസിദ്ധനായ സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മുസ്ലിങ്ങളോടും ഇസ്ലാമിന്റെ സന്ദേശത്തോടും കടുത്ത വിരോധം അദ്ദേഹം പുലർത്തിയിരുന്നു. ഒരു ദിവസം പുണ്യമായ റമളാൻ മാസത്തില് തന്റെ സഹോദരി ഇസ്ലാം സ്വീകരിച്ചെന്നറിഞ്ഞപ്പോ കോപിതനായിക്കൊണ്ട് സഹോദരിയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അവിടെ എത്തിയപ്പോ സൂറത്ത് ത്വാഹ ഓതുന്നതാണ് കേട്ടത്. ആദ്യം ദേഷ്യത്തോടെ ചോദിച്ചെങ്കിലും പിന്നീട് ശാന്തനായിക്കൊണ്ട് വുളു ചെയ്ത് ശുദ്ധമായ ഖുർആനിലെ ആ ആയത്തുകൾ ഓതുന്നുണ്ട്. ഖുർആൻ ഓതിയപ്പോ തന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു മാറ്റം ഉണ്ടായി. ഖുർആനിലെ വചനങ്ങളുടെ സന്ദേശവും സൗന്ദര്യവും തന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. കണ്ണുകളിലെ കണ്ണീര് നിറഞ്ഞു. അപ്പൊ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് ഇസ്ലാമിന്റെ ചരിത്രത്തില് മഹത്തായ ഖലീഫയും നീതിയുള്ള ഭരണാധികാരിയുമായി മാറി. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഈ മാസം ഏറെ പവിത്രവും വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ഖുർആൻ കൂടുതൽ പാരായണം ചെയ്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കി അകത്തളങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സൂറത്ത് നിസായിലെ 82-ാമത്തെ ആയത്തില് അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്: അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? ഖുർആൻ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യം കണ്ടെത്തിയേനെ. ഖുർആൻ എന്നത് ഒരു സാധാരണ പുസ്തകമല്ല, അള്ളാഹുവിന്റെ കത്താണ്. സൃഷ്ടികളായി നമ്മൾക്ക് നൽകിയ മാർഗദർശന കത്ത്. പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് നമുക്കൊരു കത്ത് കിട്ടുമ്പോൾ നമ്മളത് പലവട്ടം വായിക്കുകയും സൂക്ഷിച്ചു വെക്കുകയും അതിൽ ഓരോ വാക്കിനും വില കൊടുക്കുകയും ചെയ്യും. എന്നാൽ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് വന്ന ഈ കത്ത് നമ്മൾ എത്രത്തോളം വായിക്കുന്നുണ്ട്, എത്രത്തോളം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വല്ലമ. ജനങ്ങളിൽ അത്യുത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഏകദേശം 23 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വെളിപ്പെടുത്തപ്പെട്ടതാണ് ഖുർആൻ. ആ കാലഘട്ടത്തിലെ പല സാഹചര്യങ്ങളിൽ ഇറങ്ങിയിട്ടും ഖുർആനിന്റെ സന്ദേശത്തിൽ യാതൊരു വിരോധാഭാസവും ഇല്ല. നമ്മൾ ഓരോ ദിവസവും കുറഞ്ഞതിൽ ചില ആയത്തുകളെങ്കിലും വായിക്കണം, അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളുടെ വീടുകളിൽ ഖുർആനോത്തിന്റെ ശബ്ദം നിറയണം. അപ്പോൾ മാത്രമേ അള്ളാഹുവിന്റെ കത്തിനെ സത്യാർത്ഥത്തിൽ നമ്മൾ ആദരിക്കുന്നവരായി മാറുകയുള്ളൂ. അള്ളാഹു നമ്മളെ ഖുർആനോട് അടുത്ത് ജീവിക്കുന്നവരാക്കട്ടെ.